യാത്രക്കാരെ ദുരിതത്തിലാക്കി സ്വകാര്യ ബസ്സുകളുടെ സമയമാറ്റം. ഉദ്യോഗസ്ഥ ഉടമ ഒത്തുകളിയെന്ന ആരോപണവും ഉയരുന്നുണ്ട്. യാത്രക്കാരുടെ താൽപ്പര്യങ്ങൾ ബലികഴിച്ച സ്വകാര്യ ബസ്സുകളുടെ ലാഭക്കൊതിയായി വഴിവിട്ട രീതിയിൽ സമയമാറ്റം അനുവദിക്കുന്നതായാണ് പരാതി ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന കല്ലറ, നെടുമങ്ങാട്, പാലോട് മേഖലയിലാണ് സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടി അരങ്ങേറുന്നത്. പണത്തിനും പവറിനും മുന്നിൽ നിയമം വഴിമാറുകയാണോ? 14-ാം തീയതി തൊട്ട് ഈ ബസ്സുകളൊന്നും ഇല്ല, അറിഞ്ഞോ? സമയങ്ങൾ മാറുവാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ സമയത്ത് വരുന്നത് ഇപ്പൊ 8:30 സമയം, ഇങ്ങനെ ഈ സമയത്താണോ പോകുന്നത്? അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? ടൈം മാറുമ്പോഴത്തേക്കും നമ്മുടെ ഷെഡ്യൂളും മാറും, സമയത്തിന് ജോലിക്ക് കയറാൻ പറ്റില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഇപ്പൊ പോകുന്ന 4 ബസ് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് പോകുന്നത്, അതിന്റെ ടൈമിങ് മാറുമോ? അറിഞ്ഞിരുന്നോ? നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവും? അതെ, യാത്രക്കാരെ ഒരുപാട് ബാധിക്കും, ഒരുപാട് ബുദ്ധിമുട്ട് വരും. സമയം മാറുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. എന്നിട്ട് തന്നെ നമുക്ക് സമയത്ത് ബസ് ഇല്ല, ഇത്ര ഉണ്ടായിരുന്നിട്ട് സമയം കിട്ടിയാലും മതി. പക്ഷേ അല്ലാത്ത സമയം പറ്റാക്കില്ല. ഞങ്ങൾ ഈ സമയത്താണ് എന്നും 10-40 കൊല്ലം കൊണ്ട് 9:00 വരും, 12:30 വണ്ടിക്കകത്താണ് നമ്മൾ ഇരിക്കണം. വണ്ടിയിൽ ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞങ്ങൾക്ക് ഈ വരും പോലെ വന്നോണ്ടിരിക്കാനുള്ള തടസ്സങ്ങൾ വലുതായിട്ട് വരരുത്. നമുക്കിപ്പോ ട്രാൻസ്പോർട്ട് എന്ന് പറയാൻ മുത്തിപ്പാറ ബസ് ഒരു 2 ട്രിപ്പേ ഉള്ളൂ. നമ്മളെ സമയം ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ സ്കൂളിൽ പോണ്, ഞങ്ങൾക്ക് കല്ലറ വരെ ഞങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്ന് നടന്നു വരാൻ പല സ്ഥാനത്തും പോണം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവാതെ ഇരിക്കാം. ആശുപത്രി പോണെങ്കിൽ കൊണ്ടേ വേറെ എല്ലാം മാറ്റി വയ്ക്കാം. ആശുപത്രി എന്ന് പറയുന്നത് മാറ്റി ഞങ്ങളൊക്കെ രോഗികള് എല്ലാം വയസ്സായ ആൾക്കാർ. ബസ്സുടമ സംഘടനയിലെ പ്രമുഖ നേതാക്കളുടെ ബസ്സുകൾക്ക് വേണ്ടിയാണ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സമയമാറ്റം നൽകാൻ നീക്കം നടക്കുന്നത്. പ്രധാനമായും SMS, ചിത്തിര, KGS എന്നീ ബസ്സുകൾ ഉൾപ്പെടെ 5ഓളം ബസ്സുകൾക്കാണ് ഇത്തരത്തിൽ ഇളവ് നൽകാൻ ഒരുങ്ങുന്നത്. കൃത്യമായി സർവീസ് നടത്താത്തതിനും നിയമലംഘനങ്ങൾക്കും നിലവിൽ അനവധി പരാതികൾ നേരിടുന്ന ബസ്സുകൾക്ക് തന്നെ വീണ്ടും വഴിവിട്ട സഹായം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന 5 ബസ്സുകളുടെ സമയം 14-ാം തീയതി മാറുകയാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അത് RTO ഓഫീസിൽ അത് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ? ഏത് രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും? അത് നമുക്ക് സമയം താമസിക്കും. പല ബസ്സുകളും സമയത്ത് സ്കൂളിൽ എത്താൻ പറ്റത്തില്ല, വീട്ടിൽ എത്താൻ പറ്റത്തില്ല. അനന്തു ഉണ്ടോണിക്കല് ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ നിൽക്കന്നെ, ബസ് വന്നാലേ പോകത്തുള്ളൂ. യാത്രക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ ഞങ്ങളുടെ സംഘം കല്ലറ മേഖലയിൽ അന്വേഷണവും നടത്തിയിരുന്നു. റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KGS എന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് അമിത വേഗതയിൽ അപകടകരമായ രീതിയിൽ നിരോധിച്ച എയർ ഹോൺ മുഴക്കിക്കൊണ്ട് പാഞ്ഞു കയറുന്ന ദൃശ്യങ്ങളും വിസ്മയ ന്യൂസ് ക്യാമറയിൽ പതിഞ്ഞു. ബസ് നമ്മൾ കയറുന്ന മുമ്പേ ബസ് പെട്ടെന്ന് എടുക്കും. പ്രത്യേകിച്ച് ബസ് ഉണ്ടോ? KGS ബസ് തോന്നിയിട്ടുണ്ട്. ഒരു ഭയങ്കര ഓവർ സ്പീഡൊക്കെയാണ്, നല്ല സ്പീഡിലൊക്കെ പോകും. ആരെങ്കിലും ഇടിച്ചിട്ടൊക്കെ പോകുന്നൊക്കെ തോന്നുന്നു. നമുക്ക് നിന്നൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ വീണ് പോകും നമ്മള്, അങ്ങനെയൊക്കെയാ പോകുന്നേ. അതെ, നമ്മളിങ്ങനെ കുറച്ച് സമയം മുമ്പ് നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറി വന്ന സമയത്ത് ബസ് അവിടെ നിന്ന് ടേൺ ചെയ്ത് വരുമായിരുന്നു. അപ്പൊ ശരിക്കും ഒരു കുട്ടീനെ ഇടിച്ചേനെ, അങ്ങനെയാ കയറി വന്നത്. അതെ, നമ്മൾ ശരിക്കും പേടിച്ചു പോയായിരുന്നു. ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ അതൊരു വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യണ്ടേ? 14-ാം തീയതി തൊട്ട് 5 ബസ്സിന്റെ ഇവിടുത്തെ 5 ബസ്സിന്റെ ടൈം മാറുവാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അപ്പോ ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണോ? ജോലിയാണോ? പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ സമയം മാറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അത്? ഏത് രീതിയിലായിരിക്കും ബുദ്ധിമുട്ട്? താമസിക്കില്ലേ, വീട്ടിലേക്കൊക്കെ പോകാനൊക്കെ താമസിക്കും, അതുപോലെ തന്നെ ക്ലാസ്സിന് എത്താനൊക്കെ താമസിക്കും. മൊത്തത്തിൽ എല്ലായിടത്തും പോകാൻ താമസിക്കും. ഈ ബസ്സുകളിൽ എല്ലാം തന്നെ എയർ ഹോൺ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്. സ്കൂൾ സമയങ്ങളിൽ കൃത്യമായി സർവീസ് നടത്താത്ത ബസ്സുകൾ സമയമാറ്റം വരുത്തുന്നത് വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും വലിയ രീതിയിലാകും ബാധിക്കുക. 14-ാം തീയതി തൊട്ട് ഈ ബസ്സിന്റെ പ്രൈവറ്റ് ബസ്സുകളുടെ സമയങ്ങളെല്ലാം മാറുവാണ്. അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. അപ്പൊ മാറുവാണ്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? നമ്മള് ഭൂരിഭാഗം ആൾക്കാർ ഈ ബസ്സിൽ യാത്ര ചെയ്യില്ല. എന്നാലും ഈ സമയമാറ്റം വരുമ്പോൾ
സ്കൂൾ കുട്ടികളുടെയും അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരുടെയും അല്ലെങ്കിൽ തിരിച്ചൊരു പണി കഴിഞ്ഞ് വരണവരുടെയും എല്ലാം പിന്നെ എന്താണ് ആ സമയക്രമങ്ങളും അത് ഒരു ബസ്സിൽ ഇറങ്ങി വേറൊരു ജംഗ്ഷനിൽ നിന്ന് വേറൊരു ബസ്സിലേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരും. അത് ഗുരുതരമായ വിഷയങ്ങൾ തന്നെ. അപ്പൊ അത് ഈ നിലവിൽ എങ്ങനെയാണോ അതുപോലെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കൃത്യസമയം പാലിക്കുന്നുണ്ടോ? ഇവിടെ കൃത്യസമയം പാലിക്കുന്നുണ്ട്. ഇവിടെ കൃത്യസമയം പാലിക്കുന്നുണ്ട്. ഇവരിവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ബസ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അല്ല അപ്പൊ ഈ സമയക്രമം പഴയതുപോലെ ആവണതാണ് ഏറ്റവും നല്ലത് ജനങ്ങൾക്ക്. പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇപ്പോഴുള്ള സമയം മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് റൂട്ടിലൂടെ ഓടിക്കുന്ന ബസ്സുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് KSRTCയിലെ ബസ്സുകളാണ്. പ്രൈവറ്റിന് 3-4 ഉണ്ട്. നിയമപരമായ പരാതികൾ നിലനിൽക്കുന്ന ബസ്സുകൾക്കാണ് കോടതി ഉത്തരവിന്റെ മറവിൽ ഉദ്യോഗസ്ഥർ വഴിവിട്ട രീതിയിൽ സമയമാറ്റം ഇപ്പോൾ അനുവദിച്ചു നൽകാൻ ഒരുങ്ങുന്നത്. ഫാസ്റ്റായിട്ട് 1 വേ ഇങ്ങനെ തെറ്റിച്ചെല്ലാം വരുന്ന ഒരു അതേപോലെ ഈ ഇടയ്ക്ക് ഇന്ന് എൻ്റെ ചേച്ചിയുടെ കൊച്ചിനെയും കൊണ്ട് ട്യൂഷൻ ക്ലാസ് വന്ന സമയത്ത് ഇടിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഏത് ബസ് അടിക്കാൻ? KGF അങ്ങനെ എന്താണ് പേരുണ്ട്. KGSന്റെ ബസ്സാണ്. ആ ബസ് ഏത് ബസ്സാണ് അടിക്കാൻ വന്നത്? KGSന്റെ ബസ്സാണ്. നിങ്ങളെ പ്രതികരിച്ചില്ലേ? ഇല്ല, അവര് നമ്മൾ തിരിഞ്ഞോട് നോക്കാറില്ല. അവരങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവർ ആലോചിച്ചത് അവർക്കൊന്നും ഒരു വിഷയമൊന്നും ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ, ഒന്നും പറ്റിയില്ല. ഞാൻ കൊണ്ടുവിട്ടായിരുന്നു. കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാണ്. സമയമാറ്റം സംബന്ധിച്ച പരാതികൾ പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കണമെന്ന കോടതി നിർദ്ദേശത്തെ ഉദ്യോഗസ്ഥർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ മാറുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ നിലവിൽ ഇപ്പൊ പോകുന്നത് പോലെ പോകുന്നത് ഉദ്യോഗസ്ഥന്മാർക്കും വിദ്യാർത്ഥികൾക്കും മറ്റു യാത്രക്കാർക്കും ഈ സമയമാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ യാത്ര എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളാന്നുള്ളത് ഇപ്പോഴുള്ളത്. നാളെ ഒരു സമയത്ത് ഇതിനുള്ള മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ബുദ്ധിമുട്ട്. 14-ാം തീയതി തൊട്ട് 5 ബസ്സിന്റെ ടൈമിംഗ് മാറുവാണ്. 5 ബസ്സില്ല. മലയോര മേഖലകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന KSRTC ബസ് കുറവാണ്. മലയോര മേഖലകൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും കച്ചവടക്കാരും കൃഷിക്കാരും പണിക്കാരും എല്ലാം ആശ്രയിക്കുന്ന ഈ പ്രൈവറ്റ് ബസ്സാണ്. ഒരു കാരണവശാലും സമയം മാറ്റാൻ നമ്മൾ അതിനെതിരെ സമരം ചെയ്യും. വേണ്ടി വന്ന MVD ഓഫീസിൽ അതിന് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? അത് പെട്ടെന്നൊരു സമയമാറ്റം വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയിക്കുമല്ലോ, എഴുതി വെക്കുകയും ചെയ്യും. എഴുതി വെക്കും. ഇപ്പൊ മാറ്റം വരുന്നതിന് പ്രശ്നമില്ല. ഇല്ല, ഒന്നാമത് ഇവിടെ ബസ്സൊന്നും ഇല്ല. അങ്ങനെ അധികം ബസ്സൊന്നും ഇല്ല. 7 മണിയാകുമ്പോ ഇവിടെ തന്നെ ഏതാണ്ട് അടച്ചു പൂട്ടുന്ന ഒരു രീതിയാണ് ഇപ്പോഴും. പലരും വന്നിട്ട് ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞു. കൃത്യസമയമായിട്ട് പാലിക്കാറില്ല. അങ്ങനെ 7:45 കഴിഞ്ഞ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ വണ്ടികളില്ല. കൃത്യസമയം പാലിക്കുന്നില്ല ഇവിടുത്തെ ബസ്സുകൾ. ഇല്ലില്ല, അവിടെ ആരും പ്രതീക്ഷ ചെയ്യുന്നില്ല. ആരും ആ സമയത്ത് നോക്കാറില്ല. ഇപ്പൊ ഉള്ള ബസ്സുകൾ കൃത്യസമയം പാലിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒന്നും പോലെയൊക്കെ വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. കറക്റ്റ് ഓടാത്ത വണ്ടികളും ഉണ്ട്. ആണോ? അത് ഏത് വണ്ടികളാണ്? അത് കറക്റ്റ് നമുക്കറിയില്ല. ശരി. 14-ാം തീയതി തൊട്ട് 5 ബസ്സുകൾ സമയം മാറുകയാണ്. അറിഞ്ഞായിരുന്നോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? പിന്നെ നമുക്ക് പിന്നെ ഇത് എപ്പോഴേ നമ്മളിവിടെ നിക്കണ്. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു ബസ് ഉള്ളതായിരുന്നു, അതില്ല. റെസിഡൻസ് അസോസിയേഷനുകളുടെയും യാത്രക്കാരുടെയും ശക്തമായ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ അധികൃതർ ശ്രമിക്കുന്നത്. സാധാരണക്കാരുടെ യാത്രാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമോ അതോ ഉടമകളുടെ പണക്കൊതിക്ക് മുന്നിൽ അധികൃതർ വഴങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.